ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ എൻ്റെ വീഡിയോ, ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണല്ലോ. അപ്പോൾ ഈ ലോകത്തിലെ എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയോട് ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട്. നല്ലതായാലും പൊട്ടയായാലും വേറെ എന്തും നമുക്ക് പറയാൻ പേടിയുള്ള കാര്യങ്ങൾ എന്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മക്കൾ രണ്ടാളും എൻ്റെ നല്ല ഫ്രണ്ട്സാണ് കേട്ടോ. എന്തും ഞാൻ അവരോട് പറയും. അതുപോലെ എൻ്റെ ചേച്ചി, അനിയത്തി, 2 ചേച്ചിമാരുണ്ട്, അനിയത്തിയുണ്ട്. അവരും അതുപോലെ തന്നെയാണ്. ഞങ്ങൾ 4 ആളും ഭയങ്കര കട്ട ഫ്രണ്ട്സാണ്. അതുപോലെ എനിക്ക് വന്നിട്ടുള്ള നാത്തൂമാരായാലും അതാട്ടാ, നാത്തൂമാരും ഭയങ്കര അതാണ്. എന്നെ അവരുടെ നാത്തൂനല്ല, അവരിലൊരാളായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാം കൊണ്ടും വളരെ ലക്കിയാണ്. അതിലുപരി ഈ ലൈഫിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ട്. അത് എൻ്റെ സ്കൂൾ ടൈമിലായാലും എൻ്റെ ജോലിയുടെ ഭാഗമായാലും. സ്കൂൾ ടൈമിൽ എന്ന് പറഞ്ഞാൽ ഞാൻ 2000-ൽ 10th എഴുതിയിട്ടുള്ളതാണ്. ആ ഫ്രണ്ട്സായിട്ട് ഇപ്പോഴും എൻ്റെ കോണ്ടാക്റ്റ് ഉണ്ട്, ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട്. ഞങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ എല്ലാവരും ഒരുപോലെ ഒറ്റക്കെട്ടായി നിന്ന് എല്ലാവരെയും സഹായിക്കും. സുനിലയുടെ ഒരു കോൾ ചെന്നാൽ ആർക്ക് എന്ത് എങ്ങനെ എന്നും ചോദിക്കാതെ എന്ത് ഹെൽപ്പും ചെയ്യാൻ എല്ലാവരും റെഡിയാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാൻ വാക്കുകളില്ല. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ്, അവരുടെ ഓരോരുത്തരുടെ പേരായിട്ട് എനിക്കെടുത്ത് പറയാനൊന്നുമില്ല. കാരണം അവർക്ക് മലയാളത്തിൽ ഞാൻ പറഞ്ഞു ഒന്നും മനസ്സിലാവില്ല. കാരണം ഒക്കെ ഹിന്ദിക്കാരാണ്. അവർ ഹിന്ദിക്കാരാണെന്നൊന്നും ഇല്ല കേട്ടാ. ഇപ്പം ഞാൻ എൻ്റെ എത്ര മണിയായിട്ടുണ്ട്, ഒരു 11 മണിയായിട്ടാണ് ഈ വീഡിയോ പിടിക്കുന്നത്. അപ്പോഴേക്കും എൻ്റെ വാട്സപ്പ് നിറച്ച് ഇങ്ങനെ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ മെസ്സേജൊക്കെ വന്ന് നിറഞ്ഞു. ഈ കുട്ടി പ്രഭിത എന്നാണ് പേര്. ഇവളെൻ്റെ ഒന്ന് തൊട്ടുള്ള ഫ്രണ്ടാണ്. ഇപ്പോഴും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണ്. ബാക്കി എല്ലാവരും ഉണ്ടാകും. എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും ഇത്രയും ഭാഗ്യം ചെയ്തവളാണോ ഞാൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കാര്യത്തിൽ. കുറേ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസൊന്നും എൻ്റെ കയ്യിലില്ല. കാരണം ഇത്ര കൊല്ലമായില്ലേ. പിന്നെ മൊബൈൽ മാറ്റിയപ്പോൾ ഉണ്ടായിരുന്ന കുറേ ഫോട്ടോസൊക്കെ മിസ്പ്ലേസ് ആയി പോയി. പക്ഷേ ഞാൻ എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല. നമ്മൾ പറയും നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണാടിയുടെ ആവശ്യമില്ല എന്ന്. അതുപോലെയാണ് നമ്മളുടെ എന്ത് കുറവുകളും മനസ്സിലാക്കി നമ്മളെ ആ കുറവിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഫ്രണ്ട്സാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. നമ്മുടെ തെറ്റ് നമ്മളെ കാണിച്ച് ഇത് നീ ചെയ്യേണ്ടത് തെറ്റാണെന്ന് സത്യസന്ധമായിട്ട് പറയുന്ന ഫ്രണ്ട്സായിരിക്കണം നമ്മുടെ ഫ്രണ്ട്സ് കേട്ടോ. അതുപോലെ നമ്മുടെ സുഖത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവുന്നവർ ഒരിക്കലും നമ്മുടെ ഫ്രണ്ടല്ല. അതും ഫ്രണ്ട് തന്നെ, പക്ഷേ ഒരിക്കലല്ല. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമഘട്ടത്തിൽ നമ്മുടെ കൂടെ എന്തിനും റെഡി എന്നുള്ള പോലെ നിൽക്കണ ഫ്രണ്ട്സാണ്. ഇപ്പം ഞാൻ കൊല്ലത്തിൽ ഒരു വട്ടം പോകുമ്പോൾ പലരും എന്നെ കാണാൻ വരാറുണ്ട്. അവർക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടല്ല, പക്ഷെ അവരുടെ ലൈഫിലും പല കാര്യങ്ങളുണ്ടാവും. അതൊക്കെ മാറ്റി വെച്ചിട്ട് സുനില കൊല്ലത്തിൽ ഒരു വട്ടം വന്നതല്ലേ എന്ന് വിചാരിച്ച് എല്ലാവരും ഓടി വരാറുണ്ട്. പിന്നെ സ്കൂൾ മീറ്റ്സ് ആയാലും ഞാൻ പറഞ്ഞല്ല, എന്തിനും നമുക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിന് സുല്ല മാം അങ്ങനെ, സുല്ല മാം ഇങ്ങനെ, സുല്ല മാമിനെ എന്താ പറയുക, ഭയങ്കരമായിട്ട് കാണുന്നതാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല. അപ്പോൾ ഒരുപാട് ദൈവത്തിനോട് ഞാൻ നന്ദി പറയാണ്. എൻ്റെ പോലത്തെ ഫ്രണ്ട്സ് നിങ്ങൾക്കും ഉണ്ടായിരിക്കുന്നു എനിക്കറിയാം. അപ്പോൾ ഈ വേൾഡ് ഇൻ്റർനാഷണൽ എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. അങ്ങനെ ഒരു ഡേയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പറയും ഇൻ്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ എന്താണെന്നറിയൂ, 1958 കേട്ടോ ആദ്യമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഡേ സെലിബ്രേറ്റ് ചെയ്തത്. അത് ജോൺ സാലി എന്ന് പറഞ്ഞുള്ള ഒരാളാണ് ഇങ്ങനെ ഒരു തീം കൊണ്ടുവന്നത്. ഇത് 1958 19 ജൂലൈയിലാണ് ഫസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഡേ സെലിബ്രേറ്റ് ചെയ്തത് കേട്ടോ. എന്തായാലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മെയിൻ ഒരു പോയിൻ്റ് കൂടി പറയാമെന്ന് വിചാരിച്ചു. പിന്നീട് അത് തീരുമാനിച്ചു ആഗസ്റ്റ് 1st സൺഡേ ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിട്ട് ആഘോഷിക്കാമെന്ന്. അപ്പോൾ എൻ്റെ എന്താ പറയുക ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് സർക്കിളൊക്കെ കണ്ടിട്ട് എൻ്റെ എന്താ പറയുക യൂട്യൂബ് ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളോ, കമൻറ്റ് ചെയ്തോളോ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ പോലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളോ. പിന്നെ എന്താ പറയുക, നമ്മൾ എപ്പോൾ വേണമെങ്കിലും ഏത് പാതിരാത്രിക്കും, നമ്മൾ പെണ്ണുങ്ങളാണെന്നുള്ളതിലല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി ചെയ്തിരിക്കണം. അപ്പോൾ നമ്മളൊരാളിങ്ങനെ ജീവിച്ചിരുന്നു എന്ന് 4 ആൾക്ക് നമ്മൾ മരിച്ചു പോയാൽ ഓർക്കാനുള്ള ഒരു അവസരമാണ് ഫ്രണ്ട്ഷിപ്പിലൂടെ ആയാലും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ഹെൽപ്പ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി പറയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ ഇതിൽ ഫോട്ടോസ് എൻ്റെ കയ്യിൽ ഇല്ലാണ്ടാണ് ഇടാഞ്ഞത്.
അപ്പോൾ മിസ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പിന്നെ ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും, യൂട്യൂബ് ഫ്രണ്ട്സിന്, സ്കൂൾ മീറ്റ്സിന്, അതുപോലെ തന്നെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നവർക്ക്, കൊളീഗ്സിന് എല്ലാവർക്കും ഒരുപാട് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. ഈ വീഡിയോ കണ്ടതിനും എനിക്കിതുവരെ തന്ന സപ്പോർട്ടിന് എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. താങ്ക് യു.